എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കടലക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ പലരും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും കടലക്കറി ഉണ്ടാക്കുന്നുണ്ടാവുക. എന്നാൽ ഇന്നത് വീട്ടിലുണ്ടാക്കിയപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് കടലയാണ്. ഇത് ഞാൻ ഇന്നലെ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ഞാനിവിടെ 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് കടല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 3 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാനിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി 1 ടീസ്പൂണ് വലിയ ജീരകം, 2 ചെറിയുള്ളി അരിഞ്ഞത്, 1 അല്ലി കറിവേപ്പില, 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് വേണ്ടിയിട്ട് കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ സമയത്ത് നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇവിടെ ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. 1 സവാളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള 2 പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ചുവന്ന നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതോടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പൊടികളും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇവ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ സമയത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. നല്ല പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ഈ സമയത്ത് കറിയിൽ ഉപ്പില്ലാതെ തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ വറുത്തരച്ചിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുപോലെ അല്ല തയ്യാറാക്കുന്നെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.